മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ബേൽപൂരിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ റോഡ് സൈഡിലും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു വിഭവമാണിത്. അത് വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നൊന്ന് നോക്കുക. ബേൽപൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്നി വേണം. പച്ച കളറിലുള്ള ഒരു ചട്നി തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് നമുക്കൊരു ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളമാവരുത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പുളിച്ചട്നിയാണ്. അതിനായിട്ട് ഞാൻ ചെറിയൊരു ഉരുള പുളി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അത് ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ മധുരം വേണം. അത് കുറച്ച് നന്നായിട്ട് തന്നെ മധുരം വേണം. അപ്പം ശർക്കര കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. പുളിയും ശർക്കരയും കൂടി ഇമിലി ചട്നി എന്നാണ് ഇതിന് പറയുക. രണ്ടും കൂടി ഒന്ന് മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് വരണം. കൂടുതൽ പുളിയോ അല്ലെങ്കിൽ കൂടുതൽ മധുരമോ ആവരുത്. നമുക്ക് രണ്ടും ഏകദേശം ഒപ്പായിട്ട് തന്നെ ഇത് ഉണ്ടാക്കണം. ഇത് നിർബന്ധമാണ് ഈ ചട്നി, ഈ ബേൽപൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചത് ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇത് നന്നായിട്ട് തിളച്ച ശർക്കര ഉരുകും വേണം. ഈ പുളിയുടെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് കുറുകി കിട്ടണം. അതുവരെ അത് തിളയ്ക്കട്ടെ. എൻ്റെ ജലദോഷം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ചട്നികൾ മാത്രമാണ് അപ്പോൾ നമ്മളിതിന് ഉണ്ടാക്കിയെടുക്കാനുള്ളതുള്ളൂ. ബാക്കിയെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിലുള്ളതും ഇനിയിപ്പോൾ ഇല്ലാത്തതായിട്ടുള്ള 1-2 സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതുമാണ്. യാതൊരു പ്രയാസവും ഇല്ല ബേൽപൂരി തയ്യാറാക്കാൻ. അത് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒന്ന് അരിച്ചെടുക്കാം. കാരണം പുളി നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തതല്ലേ, അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ചൂടോടെ അരിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അരിപ്പ കേടുവരാതെ നോക്കണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ ആയ ശേഷമാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. കാരണം ഈ ചണ്ടി ഒട്ടും പെടാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ പച്ച ചട്നി അരച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരയ്ക്കുന്നത് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത്. നമ്മൾ പാനിപ്പൂരി തയ്യാറാക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഖട്ടാമീട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പുളി മധുരം ഒരുപോലെ ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത് പൊരിയാണ്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഏത് പൊരി ആയിക്കോട്ടെ അതെടുത്ത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ കുറേ ഐറ്റംസ് ഇനിയും കൂട്ടി ചേർക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മതി നമ്മൾ പൊരിയുടെ അളവ് എടുക്കുന്നത്. കൂടുതലാവണമെന്നില്ല, നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തത്. ഒരു ഉപ്പ്, ഇതിന് വേണ്ട ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. വറുത്തെടുക്കരുത്, ഒന്ന് ചൂടാക്കിയിട്ട് ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബലാവും, നല്ല കറുമുറുന്നനെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരി തയ്യാറായിട്ട് കിട്ടും. പാക്കറ്റിൽ വാങ്ങിക്കുന്ന പൊരി ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ പൊട്ടും. നമുക്കിതൊക്കെ പൊടിയായി പോകും. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പൊടിയായിട്ട് കിട്ടും. അത്രയും മതി. ആ പാകം ഒന്ന് നോക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇതുപോലെ ആയി കിട്ടിയാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ചും കൂടി ഉണ്ട്. തക്കാളി, ഉള്ളി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ബേൽപൂരി തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ പാത്രം തന്നെ വേണം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 കപ്പാണല്ലോ പൊരി എടുത്തത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സവാളയാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് ഇട്ട് കൊടുത്തു. ഒരു തക്കാളിയുടെ പകുതിയും അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തു. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയൊക്കെ നമ്മുടെ അളവോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണെങ്കിലോ ഏതാന്ന് വിചാരിച്ചാൽ
അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവും ഇല്ല, പക്ഷെ ഐറ്റംസൊക്കെ ഇതിട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാരറ്റും കുക്കുംബറും കൂടിയും കട്ട് ചെയ്തിടാം, പക്ഷെ ഞാനത് രണ്ടും ഇട്ട് കൊടുത്തിട്ടില്ല, വേറെ സാധനങ്ങളാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഉള്ളിയും തക്കാളിയും ഒന്ന് നന്നായിട്ട് നമ്മളൊരു സ്പൂണ് വെച്ച് മിക്സ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പാത്രം മാറ്റി വെച്ചതായിരുന്നു ഞാൻ വറുത്തിട്ട്. അതും ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേറെയും കുറച്ച് ഐറ്റംസ് ചേർക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കുന്ന സമയത്താണ് പറയണത്, ആദ്യം പറഞ്ഞിട്ടില്ല, ഇട്ട് കൊടുക്കുന്ന സമയത്താണ് പറയണുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് നിലക്കടല വറുത്തെടുത്തതാണത്. ഇത് ഓയിലൊന്നല്ല വറുത്തിരിക്കുന്നത്, അല്ലാതെ ഡ്രൈ ആയിട്ടാണ് വറുത്തെടുത്ത് അതിൻ്റെ തൊലി നീക്കം ചെയ്തെടുത്തതാണ്. പിന്നെ പൊട്ടുകടലയാണ്. മറ്റേ കടല ചേർക്കണം അത്ര തന്നെ, നിലക്കടല ചേർക്കണം അത്ര തന്നെ പൊട്ടുകടലയുടെ ആവശ്യമില്ല, അതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. പൊട്ടുകടല ചെറുതായിട്ട് വറുത്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സേവാണ്, അതും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് ഓലപ്പക്കോട മാതിരിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉരുണ്ട സൈസിലൊക്കെ ആയിട്ട് നമുക്ക് പാക്കറ്റിൽ ഒന്നിച്ച് കിട്ടും. അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, അതുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കറുത്ത ചട്നി, ഇമിലി ചട്നി ഒഴിച്ചു കൊടുത്തു. അതും ഒരു 1.5 ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നമ്മളെടുത്ത പൊരിക്കനുസരിച്ചിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യം അരച്ചെടുത്തില്ലേ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് അരച്ച പച്ച ചട്നി, ഇഞ്ചി ചേർത്തിട്ട് അതും 1.5 ടീസ്പൂൺ ചേർക്കാം. അതിനുശേഷം 2-3 തണ്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിയില, അതും ചേർത്ത് കൊടുക്കണം. എല്ലാം ഞാൻ പറഞ്ഞില്ലേ കണക്കില്ല, നമ്മൾ അളവിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള നീരുണ്ടായിരുന്നു. ഒരു നാരങ്ങയുടെ 2 നാരങ്ങയുടെ നമുക്ക് പിഴിഞ്ഞു വെക്കാം, പക്ഷെ വേണ്ടത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാകത്തിന് ഇതിലേക്കൊക്കെ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. നിറയെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ ശേഷം പിന്നെ വേണ്ടത് ചാട്ട് മസാല. ചാട്ട് മസാലയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാലയൊക്കെ നിർബന്ധമാണ്, ഇത് നോർത്ത് ഇന്ത്യൻ വിഭവമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഈ ചാട്ട് മസാലയൊക്കെ എന്തായാലും ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള തന്നെ ഒരു സ്നാക്കായിരുന്നു ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഓലപ്പക്കോടയുടെ സ്നാക്ക് വാങ്ങിച്ചാലും മതി, അല്ലെങ്കിൽ വേറെ എന്തോ ആവട്ടെ, നമുക്ക് ഏതാണോ കയ്യിൽ കിട്ടണ വാങ്ങിക്കാൻ അത് മതി. ഉപ്പും അതുപോലെ എരിവും എല്ലാം ചേർന്നിട്ടുള്ള എന്തെങ്കിലും സ്നാക്ക് മതി. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. രുചിയേറിയ ഭേൽപൂരി തയ്യാറായി. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുഞ്ഞി കൈ കാണുന്നുണ്ട്. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് നിൽക്കായിരുന്നു ഉള്ള നിർബന്ധത്തിനാണ് ഞാനിത് ഉണ്ടാക്കി കൊടുക്കുന്നത്. കുട്ടികളൊക്കെ ഒരുപാട് ഇത് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടാവും ഇത് ഉണ്ടാക്കി കൊടുത്താൽ. നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റിയ ശേഷം നമ്മുടെ കയ്യിലുള്ള നമ്മൾക്ക് ബാക്കി ഇതിൽ ചേർത്ത് നമ്മൾ ബാക്കി വന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മീതെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 സാധനങ്ങളാണ് നമ്മൾ ഇതിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചതുള്ളൂ, ബാക്കി എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ വൈകുന്നേരം ടീ ടൈമിലും അല്ലാതെ ഇനിയിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറാനായിട്ടൊരു കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇത് നമ്മൾ തയ്യാറാക്കിയ ഉടനെ കഴിക്കണം. കാരണം ഈ പൊരി കൂടുതൽ നനഞ്ഞ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റിന് വ്യത്യാസം വരും. കാരണം നമ്മൾ ഈ ചട്നികളൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്ത് ഇളക്കുമ്പോൾ അത് തണുത്ത് പോവും. രുചിയേറിയ ഭേൽപൂരി തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് കൂടെ ചെയ്തേക്കണം, ആരും മറന്നു പോകരുത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.